2019 ഓഗസ്റ്റ് 8 കവളപ്പാറയിലെ നിരവധി ജീവനുകളെ ഉരുളെടുത്ത ദിവസം. 59 ജീവനുകളാണ് അന്ന് കവളപ്പാറയിൽ പൊലിഞ്ഞത്. ഉരുൾപൊട്ടലിയതറിഞ്ഞ് രക്ഷാപ്രവർത്തനത്തിനായി സ്ഥലത്തെത്തിയ അനീഷിനും ജീവൻ നഷ്ടപ്പെട്ടു. 42 പേരുടെ ജീവൻ രക്ഷിച്ചതിന് ശേഷമാണ് അനീഷിന് ജീവൻ നഷ്ടമായത്. ഭാര്യയും 2 കുട്ടികളും മാതാപിതാക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു അനീഷ്. അനീഷിന്റെ മരണം കുടുംബത്തെ വളരെയധികം ബാധിച്ചു. എന്നാൽ LDF സർക്കാർ ഇതിനൊരു പരിഹാരം കണ്ടു. അനീഷിന്റെ കുടുംബത്തെ ചേർത്ത് പിടിച്ച് ഭാര്യ അശ്വതിക്ക് ജോലി നൽകി. 2020 മാർച്ച് 11 ചേർന്ന മന്ത്രിസഭാ യോഗം അശ്വതിക്ക് ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിൽ ജോലി നൽകാൻ തീരുമാനിക്കുകയും ചെയ്തു. 2020 സെപ്റ്റംബർ 11 തിരൂർ സബ് ട്രഷറിയിൽ അറ്റൻഡറായി അശ്വതി ജോലിയിൽ പ്രവേശിച്ചു. പ്രളയത്തിന് ശേഷം 2020 തന്നെ LDF സർക്കാർ ജോലി നേടിത്തന്നതിന് എൻ്റെ കുട്ടികൾക്കും കുടുംബത്തിനും വളരെയധികം സമാധാനമുണ്ട്. കുട്ടികളെ ഇപ്പം വളർത്താനും എല്ലാത്തിനും വീട്ടിൽ എനിക്ക് ജോലി ഉള്ളതുകൊണ്ട് വേറെ ആരുടെയും ആശ്രയം ആവശ്യമില്ല. നിലവിൽ നിലമ്പൂർ സബ് ട്രഷറിയിലാണ് അശ്വതി ജോലി ചെയ്യുന്നത്. മരണാനന്തര ധനസഹായമായി സർക്കാർ അനീഷിന്റെ കുടുംബത്തിന് 4 ലക്ഷം രൂപ നൽകുകയും ചെയ്തിരുന്നു.